ജ്ഞാനായക്കാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ അടയിലെടുത്തു കഴിഞ്ഞാൽ അടയിലുള്ള ജ്ഞാനായക്കാര് ഒരു മിഷൻ സ്ഥാപിക്കാനായിട്ട് തയ്യാറാവുകയും അതിനുള്ള സൗകര്യം ഉണ്ടാകുകയും ചെയ്താൽ മിഷൻ സ്ഥാപിച്ചു തരണമെന്ന് ഇവിടുത്തെ സീറോമലബാറിനോട് ആവശ്യപ്പെടാം. സീറോ മലബാർ മിഷൻ സ്ഥാപിക്കാൻ സാധിക്കും. ഇവിടുത്തെ സാധിച്ചത് വരും. പ്രതിഷേധിക്കാൻ ആളില്ല. കാരണം ഇവിടെ മിഷൻ ഇല്ല, ഞങ്ങൾക്ക് അച്ഛനില്ല. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ സ്വാതന്ത്ര്യമായിട്ട് കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾക്ക് മെൽബണിനെ സംബന്ധിച്ചോളം അതങ്ങനെയല്ല. എപ്പോഴും അവിടുത്തെ കണ്ടീഷൻ വളരെ വഷളായിരിക്കുകയാണ്. പിതാവ് അനുഭവത്തിൽ കണ്ടാണ്. ഒരു മിഷൻ ഉണ്ടെങ്കിൽ അവരുടെ സഭാപരമായിട്ടും ആത്മീയമായിട്ടും പിള്ളേർക്ക് കാറ്റഗിസം നടത്താനും എല്ലാം ഒരു അവസരമാണെന്ന് പിതാവ് പറഞ്ഞു. അപ്പോൾ ജ്ഞാനായക്കാരായ പകുതിയോളം ആൾക്കാര് ഞങ്ങൾ ആരും പറഞ്ഞെന്ന് പിതാവ് അറിയണ്ട, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ്. ജ്ഞാനായക്കാരായ ആൾക്കാരെ സെക്യൂരിറ്റി വെച്ച് റിമൂവ് ചെയ്ത് പിതാവോടെ കുർബാനയില്ലേ, പിതാവും കണ്ടാരപ്പള്ളി വെച്ചിരുന്നു. അതിനൊരു എന്താ എക്സ്പ്ലനേഷൻ പിതാവിന് പറയാൻ പറ്റുമോ? പിതാവ് പറഞ്ഞത് വീഡിയോ നിങ്ങൾ കാണുന്ന വീഡിയോ പറയാം തടഞ്ഞു എന്നുള്ളത് പിതാവ് കണ്ടില്ലായിരിക്കും. പിതാവ് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് അവിടെ വന്നവരെ തടഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അതെന്തിനു വന്നതാണെന്നുള്ളത് അവിടെ അന്വേഷിച്ചറിയാം. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത്, ഞാൻ പറഞ്ഞത് കുർബാനയ്ക്ക് അന്ന് വന്ന എല്ലാവരും, ഈ കുർബാനയ്ക്ക് വന്നവരെല്ലാവരും വെളിയിലുണ്ടായിരുന്നു. കുർബാനയ്ക്ക് കുട്ടികൾ യൂത്തിന്റെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തികൾ ചിലർക്കകത്ത് കയറാൻ സാധിച്ചില്ല. അതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടെ. എനിക്ക് അതേക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ എന്തിനായി മിഷൻ ഉണ്ടാക്കുന്നത്, എന്തിനാ അച്ഛന്മാരായിരിക്കുന്നത്? അച്ഛന്മാര് വേണ്ടെങ്കിൽ വേണ്ട. അല്ല, കുഞ്ഞുങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു മിഷൻ ഇത്രയും നാളും KCY എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ two or three camps. പെട്ടെന്ന് ഒരു ദിവസം KCY ജ്ഞാനായ കമ്മ്യൂണിറ്റി യൂത്ത് ലീഗും ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ പെട്ടെന്ന് വന്നു. Why was that? No, there should have been some discussion. There should have been some discussion between the kids. No. You said എന്താണ് മിഷൻ പിള്ളേരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. പക്ഷേ it was dividing them. I did speak to two of them. No, why you did take? സഭയുടെ യുവജന പ്രവർത്തനം ജ്ഞാനായ കമ്മ്യൂണിറ്റി യൂത്ത് ലീഗ് അല്ല. Why do you need a youth league? കാത്തലിക് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞ doesn't matter. What is the difference between the name, a community and a Catholic? Okay, then why there was no discussion between the Catholic and the community girls and boys? ഞാൻ ഡിസ്കസ് ചെയ്തു. Yes. ഞാൻ അവരോട് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. Yes, in the presence of bouncers. Yes. Bouncers. Security guards and yes. I did speak to them. Okay. Why was that? There was no need to divide them. No, mission. But mission, if it is for dividing the children, no. Because നമ്മൾ എല്ലാവരും പിള്ളേർക്ക് ഇവിടെ. So we don't need that. We don't need that. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അസോസിയേഷൻ രൂപപ്പെട്ടു. അസോസിയേഷനെ അടുത്ത സ്റ്റേജിലേക്ക് മിഷനിലേക്ക് വളരെ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്രൊസീജിയർ എനിക്കത് പറയാനുള്ളൂ. എനിക്ക് ഒരിക്കലും ഒരു മിഷൻ അടിച്ചേൽപ്പിക്കുന്ന ഒരാഗ്രഹമില്ല. നിങ്ങൾക്ക് സപ്പോസ് യു വാണ്ട് ടു ഗ്രോ ഇൻ ടു എ മിഷൻ ഇൻ എൻ എക്ലേഷ്യൽ കമ്മ്യൂണിറ്റി, ഡു ഇറ്റ് ദാറ്റ് വേ. ഞങ്ങളുടെ മുമ്പ് കിട്ടിയേക്കുന്ന പിക്ചർ അനുസരിച്ച് ഇപ്പൊ പിതാവ് പറഞ്ഞനുസരിച്ച് മെൽബൺ മിഷൻ പോലെയുള്ള ഒരു മിഷനാണ് സ്ഥാപിക്കാൻ പോകുന്നെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയും അത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവിടുത്തെ കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു കുടക്കീഴിൽ നിന്ന് KCY യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ കണ്ടാരപ്പള്ളി അച്ഛൻ പറയട്ടെ, കാരണം ഞാൻ ഡിവൈഡ് ചെയ്തിട്ടില്ല എന്ന്. നമുക്ക് ആകെപ്പാടെ ഒരു മിഷനേ ഉള്ളൂ. ആ ഒരു മിഷനെ, അതായത് ഈ യൂത്തിനെ ഡിവൈഡ് ചെയ്യാനല്ല എങ്കിൽ എന്തുകൊണ്ടാണ് യൂത്ത് സംഗമം അവിടെ നടത്തിയത്? യൂത്ത് സംഗമം എന്ന് അവരുടെ ഫ്ലയറിൽ എഴുതി വെച്ചു. ഓൾ ഓസ്ട്രേലിയ ആർച്ച് ബിഷപ്പ് ഓഫ് ഡയസിസ് കമ്മിങ് ടു മീറ്റ് ഓൾ യൂത്ത് ഓസ്ട്രേലിയ. കണ്ടാരപ്പള്ളിയത്തിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര യൂത്ത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇൻ ദ സ്റ്റേറ്റ് പറയാമോ?
പറ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാ പറ. ഇവിടെ കാനായ കാത്തലിക് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു യുവജന സംഗമം നടത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി. അതിന് മുമ്പായിട്ട് കൊച്ചുപിതാവ് വന്നപ്പോഴാണ് അന്നത്തെ KCY പ്രസിഡന്റ് കൊച്ചുപിതാവിനോട് ഇനി വരുമ്പോൾ ഇനി കൊച്ചുപിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാർ ആരെങ്കിലും ഹോസ്റ്റലിൽ വരുമ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പം അതനുസരിച്ചാണ് ഞാൻ ജനുവരിയിൽ 2 പിതാക്കന്മാരെയും നാട്ടിൽ വെച്ച് കണ്ടപ്പോൾ കൊച്ചുപിതാവാണ് വലിയ പിതാവ് പറഞ്ഞത്, പോകുമ്പോൾ നമുക്ക് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം മാറ്റിവെക്കണം. അങ്ങനെയാണ് നമ്മൾ ഒരു യുവജന സംഗമം ഓസ്ട്രേലിയ, നമുക്കറിയാം ഇന്ന് ഒക്ടോബറിൽ ഈ മാസം 23-24 ദിവസങ്ങളിൽ കോട്ടയത്ത് വെച്ച് ഉഴൂർ വെച്ചൊരു യുവജന സംഗമം നടക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള എല്ലാ യുവജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യുവജന സംഗമം നടത്തുവാനായിട്ടാണ് അന്ന് തീരുമാനിച്ചത്. അതിനുശേഷം ഞാനിവിടെ വന്ന് അതാത് യൂണിറ്റുകളിലെ പ്രസിഡന്റുമാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവരോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പം ഇത്തരം മുഴുവൻ പറയട്ടെ, ഞാൻ പറയട്ടെ. യൂണിറ്റ് പ്രസിഡന്റുമാരെ ഞാൻ തിരിച്ചു വന്ന ഉടനെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ജനുവരിക്ക് ശേഷം. ഞാൻ ജനുവരി നാട്ടിലായിരുന്നു. ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അന്ന് യൂണിറ്റ് പ്രസിഡന്റ് സജിയായിരുന്നു. ഞങ്ങളുടെ ഇലക്ഷൻ നടക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ദാറ്റായിരുന്നു. ഞങ്ങളുടെ ഇലക്ഷൻ നടന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. അതിന് മുമ്പ് സജിയായിരിക്കണം അതിന് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രസക്തമായ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇത് മാത്രമാണ്, കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടുത്തെ യൂത്ത്, ഓഷ്യാനയിലെ യൂത്ത് സുത്യർഹമായി സേവനം ചെയ്യുന്നവരാണ്. അവരിവിടെ ഇപ്പോഴും ഇവിടെ KCY എന്ന് പറയുന്ന സംഘടന ബുഷ് ഫയറിനെ അതിജീവിച്ച്, ഇവിടെ കേൾക്കാമോ, ബുഷ് ഫയറിനെ അതിജീവിച്ച് അച്ഛന്റെ പള്ളിയിൽ തന്നെ അച്ഛന്റെ നേതൃത്വത്തിൽ അവർക്ക് യാമ നടത്തിയവരാണ്. അച്ഛൻ ഞാൻ ക്ലാസ് എടുത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രിസ്ബെയിനിൽ പോയി നമ്മൾ ക്ലാസ് എടുത്തു. ബ്രിസ്ബെയിനിൽ അവർ നടത്തി 100-ലധികം പിതാവ്. ഞങ്ങളുടെ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത ഇവിടെ ഇരിക്കുന്നത്. അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുടെ ചടങ്ങിൽ എത്ര യുവാക്കളും ഉണ്ടായിരുന്നു അവിടെ. അതിരൂപത മെത്രാപ്പോലിത്തെ ആക്ഷേപിക്കുന്നത് നേതൃത്വത്തിന് മറ്റു KCCOയുടെ ഇപ്പോഴത്തെ കമ്മിറ്റിയാണ് ഒന്നുമല്ല. പക്ഷേ ഞാൻ KCCOയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതും ഇവിടെയുള്ള എല്ലാ അസോസിയേഷനുകളിലെ ആൾക്കാരെ വിളിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി അവരുടെ പങ്കാളിത്തത്തോട് ഉറപ്പുവരുത്തി മൂലക്കടൽപിതാവിന് അയച്ചു കൊടുക്കുകയും മൂലക്കടൽപിതാവിന്റെ സജഷൻ വരികയും ഈവൻ അച്ഛൻ ഇപ്പം പറയുന്ന അച്ഛൻ മിഷന്റെ അധിപനായിട്ടിരിക്കുന്ന മിഷൻ അച്ഛൻ പ്രസന്റ് ചെയ്ത് ഡെന്നിസ് നാഷണൽ പ്രസന്റ് ചെയ്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ തയ്യാറാക്കിയത് അടലേടുന്നത് ഞാനും എന്റെ മകനും കൂടെ. അത് അച്ഛൻ അറിയാമല്ലോ. അച്ഛൻ അല്ലെങ്കിൽ നിഷേധിക്കും. ആപ്ലിക്കേഷൻ മിഷനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് ഞാൻ, മനസ്സിലായോ? ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ ഞാൻ. നമ്മുടെ 100-ലധികം പിള്ളേരെ ഒരുമിപ്പിച്ച് പിതാവ് ഈ കോണ്ടിനെന്റിൽ മുഴുവൻ യാത്ര ചെയ്തിരുന്നു. ഇത്രയും പൈസ മുടക്കി പിതാവ് പിള്ളേരെ അയച്ച് പിള്ളേരെ ഒരുമിപ്പിക്കാനല്ലേ, എന്തിനു വിഭജിക്കാനായിട്ട് നമുക്ക് അതിന്റെ കാരണം പിതാവ് അല്ലെങ്കിൽ അവിടെയുള്ള ജ്ഞാനായ മിഷനും അല്ല. അത് മനസ്സിലായി. അതിനുള്ള കാരണം എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് വളരെ വ്യക്തിപരമായ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിന്റെ പേരില് നമ്മുടെ കുഞ്ഞുങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ, അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. പിതാവ് ഇത് മിഷനായാലും അസോസിയേഷൻ ആയാലും ഞങ്ങളുടെയൊക്കെ പിള്ളേർ തന്നെയാണ്. ഞങ്ങൾ തന്നെ വേണം വണ്ടിയെ കൊണ്ടുപോയി അവരെ മിഷന്റെ പരിപാടിക്കും അസോസിയേഷന്റെ പരിപാടിക്കും കൊണ്ടുപോകാൻ. എന്തിനവരെ തമ്മിൽ പിണക്കണം, എന്തിനവരെ തമ്മിൽ അടിക്കണം? ഇപ്പൊ സത്യം പറഞ്ഞാൽ മെൽബണിലെ ഇത് ഓരോന്നും കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ദുഃഖം തോന്നുന്നു. ഞാൻ 3 വർഷം മെൽബണിലെ അവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അവിടെ ആ സമയത്തൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു ഡിവിഷനും യുവജനങ്ങളുടെ മിഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിവിഷനും അവിടെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ആളുകൾക്ക് മിഷന്റെ പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലാതെ വിട്ടു തന്നവരാണ് അങ്ങനെ പോയി മാറി തന്നവർ. അല്ലാണ്ട് മിഷൻ അവിടെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു മെഷീൻ രൂപീകരിക്കണം, ഞങ്ങൾക്ക് ഒരു വൈദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ സാധിക്കില്ല അച്ഛൻ തരാത്ത. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ അംഗസംഘങ്ങൾ സ്ഥലങ്ങളിൽ പോയി കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ സാവകാശം നമുക്ക് സാധിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ജ്ഞാനായ അസോസിയേഷൻ ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
സഭയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള സഹകരണമാണ് അതിന് പ്രതീക്ഷിക്കുന്നത്, കിട്ടാൻ സാധിക്കുന്നത്, ഇത് മാത്രമേ പറയത്തുള്ളൂ. അതിന് സഭയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. സഭാപരമായ രീതിയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ സഭയുടേതായിട്ടുള്ള ഒരു സപ്പോർട്ട്, അതായത് ഒരു വൈദികന്റെ നേതൃത്വത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് വേണമെന്നും അത് സാധിക്കുമെന്നും നിങ്ങൾക്ക് തോന്നുന്ന അവസരത്തിൽ ചെയ്താൽ മതി. നോ പ്രോബ്ലം. സാധിക്കും. പക്ഷേ പിതാവ് ഒരു വാക്ക് തരണം. നാട്ടില് അച്ഛന്മാരെ ഇങ്ങനെ എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ 3 വർഷം കൂടുമ്പോൾ അവർക്ക് മാറ്റങ്ങളുണ്ട്. അതുപോലെ ഇവിടെയോട്ട് വരുന്നവരും ഒരു 3 വർഷം മതി. അത് കഴിഞ്ഞ് അവരും മാറണം. പാരിഷ് കൗൺസിലിന്റെ മീറ്റിംഗിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന പിതാവിനോട് കൂടിയാണ്. അവിടെ മെൽബണിൽ അവിടെ വന്ന് പുറത്തു നിന്ന് ആ KCYLന്റെ കൊച്ചിനെ പുറത്ത് നിർത്തിയപ്പോൾ ഈ അച്ഛനും 2 അച്ഛന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടി ആ കൊച്ചിനെ അകത്ത് കയറ്റാതിരുന്ന പിതാവും കൂടി അറിഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ മക്കളെ മാത്രം തമ്മിൽ അടുപ്പിക്കരുത്. അത് മാത്രമേ ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ തമ്മിൽ അടുപ്പിക്കാനല്ല, നമുക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അത് മതിയല്ലേ? അത് ചെയ്താൽ മതി. അത് ചെയ്തോന്നേ. അത് നശിപ്പിച്ച് കളയരുത്. ഇല്ല, അത് നശിപ്പിക്കാൻ നശിപ്പിക്കുന്നില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ഞാനല്ല, ആരും നശിപ്പിക്കുന്നില്ല. ഞാൻ സംസാരിക്കും. ഏത് ജോലി ചെയ്യാനുള്ള പ്രശ്നം അവിടെ ഇല്ല. പറയാം. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് സഭാപരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നെക്സ്റ്റ് സ്റ്റേജാണ് ഒരു മിഷൻ ഉണ്ടാവുക, ഇടവകയാവുക എന്നുള്ളത്. ഒരു മിഷനുണ്ട്. ആ മിഷന് നമ്മൾ ഒന്നിച്ച് ചേർന്ന് സഹകരിച്ച് പോവുകയാണെങ്കിൽ അതിന് കൊണ്ടുപോകാൻ പറ്റും. ഇനി മറ്റു സ്ഥലങ്ങളിലെ കാര്യം സാവകാശത്തിൽ, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും ബുദ്ധിമുട്ടാണ്, കാരണം ആളില്ല. അപ്പോൾ സാവകാശത്തിൽ നമ്മുടെ സഭാപരമായ വളർച്ചയിലേക്ക് നയിക്കുന്നെങ്കിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ വളർച്ചയ്ക്കുള്ള അടുത്ത പടിയായിട്ട് ഞാൻ കാണുന്നത്. മറ്റെന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശം പറയാം, വേറെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെ പറയാം. എനിക്ക് വളരെ സന്തോഷമുള്ളൂ. ഏത് നല്ല നിർദ്ദേശത്തിനും ഞാൻ വളരെ ഓസ്ട്രേലിയയിൽ നമ്മുടെ അമേരിക്കയിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ മിക്കവാറും കാര്യങ്ങൾ അറിയുന്നതാണ്. ഇപ്പം ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്കൊരു മിഷൻ വേണമെങ്കിൽ അത് ഞങ്ങളുടെ കോട്ടയം രൂപതയുടെ അങ്ങ് ഹെഡായിരിക്കുന്ന കോട്ടയം രൂപതയുടെ കീഴിൽ അങ്ങേക്ക് ഞങ്ങളുടെ മേൽ അധികാര പരിധി ഉള്ള കാലത്ത് മാത്രം ഞങ്ങൾക്ക് മിഷൻ മതി. ഒരു വടക്കമ്പാറകളുടെ ഒരു രൂപതയുടെ കീഴിൽ ഞങ്ങൾക്ക് മിഷൻ വേണ്ട. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് കൂടി, ഞങ്ങൾക്ക് മിഷൻ സ്ഥാപിക്കുകയാണെങ്കിൽ അത് 100% എൻഡോഗമസ് ആണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് മതി. മാറി കെട്ടിയിരിക്കുന്ന ഒരാൾ മാത്രം നമ്മുടെ മിഷനെ അദ്ദേഹത്തിന്റെ ഭാര്യയും പിള്ളേരും അടുത്ത വടക്കുംപാറയുടെ ഇടവയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന അതിനോട് ചെയ്യുന്ന നമ്മൾ ശരിക്കും നമ്മൾ എതിരായിട്ടാണ് ചെയ്യുന്നത്. കാരണം കത്തോലിക്ക തിരുസഭയുടെ അനുസരിച്ചിട്ട് ഒരു തിരുസഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അല്ല പിതാവേ? ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ 2 ഇടവകളിലാക്കി തിരിക്കുന്നത് നല്ലതാണോ? അല്ല. നമ്മളുടെ കഷ്ടമനുസരിച്ചിട്ട് നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെ 1670 വർഷങ്ങളായി നമ്മൾ പിന്തുടരുന്ന സ്വവംശ വിവാഹ നിഷ്ഠ അനുസരിച്ചിട്ട് ജ്ഞാനായക്കാരുടെ 2 ഡെഫിനിഷനാണുള്ളത്. 1, ജ്ഞാനായ മാതാപിതാക്കൾക്ക് ജനിച്ചവരായിരിക്കണം. 2, വിവാഹം ചെയ്ത ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അദ്ദേഹം വിവാഹം ചെയ്യുന്ന അവരുടെ സ്പൗസ്, ഭാര്യയോ ഭർത്താവോ, അവരും ജ്ഞാനായ മാതാപിതാക്കൾക്ക് ജനിച്ചവരായിരിക്കണം. പക്ഷേ പിതാവ് ചൈതന്യ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അമേരിക്കയിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, എന്റെ അറിവില് ഒന്ന് ഞാൻ തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുക, മെൽബണിലെ മിഷൻ എൻഡോഗമസ് ആണോ? അപ്പം അതിന്റെ മിഷന്റെ അച്ഛന്റെ പിതാവിന്റെ പ്രസംഗം ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഓൾറെഡി കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ടുള്ള ഒരു ജ്ഞാനായ മിഷനാണ് ഇത്. മെൽബൺ ഏരിയയിലുള്ള എല്ലാ ജ്ഞാനായക്കാരും ഓട്ടോമാറ്റിക്കലി അതിന്റെ മെമ്പേഴ്സ് ആണെന്നും പിതാവ് പറഞ്ഞിരുന്നു. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഒരാൾ മാറിക്കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ്? അദ്ദേഹം മിഷനിൽ തുടരുമോ? അതായത് മാറിക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കുംഭാഗത്തിനെ കെട്ടിയില്ല, പക്ഷെ വടക്കുംഭാഗത്തിനെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെയോ വേറെ ഏതെങ്കിലും ഇതിനെ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കല്യാണം കഴിക്കുന്ന ജ്ഞാനായക്കാരന്റെ അംഗത്വം ആ മിഷനിൽ തുടരാൻ പറ്റുമോ ഇല്ലയോ? അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ മിഷനിൽ തുടരാം. പക്ഷെ അത് നമ്മളുടെ കോട്ടയം രൂപതയിൽ ഇതുവരെ 1670 വർഷങ്ങളായിട്ട് ആ കോഴ്സ് നമ്മൾ തുടരുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമ്മളതിൽ വെള്ളം ചേർക്കുന്നു? കാരണം കോട്ടയം രൂപത മെത്രാനും മറ്റുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് പിതാവ് ഞങ്ങൾ പറയുന്നത്, അങ്ങനെ എന്റെ അറിവനുസരിച്ചിട്ട് പിതാവിന്റെ അധികാരപരിധി ഉള്ളത് സീറോ മലബാർ സഭയുടെ അധികാരപരിധി എവിടെയുണ്ടോ അവിടെ മാത്രമേ പിതാവിന് അധികാരമുള്ളൂ. അതിന് വെളിയിലുള്ള ഭാഗത്തിന് ജ്ഞാനായക്കാരുടെ മുകളിലുള്ള അധികാരം പിതാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇനി 1
കോട്ടയം രൂപതയുടെ കീഴിലുള്ള മിഷൻ മാത്രം ഞങ്ങൾക്ക്, അതായത് പിതാവിന് എന്ന് കോട്ടയം രൂപതാധ്യക്ഷൻ എന്ന് ഞങ്ങൾക്ക് മറ്റുള്ള ജ്ഞാനക്കാരുടെ മേൽ അധികാരം കിട്ടുന്ന അധികാരപരിധി ലഭിക്കുന്നോ അന്ന് ഞങ്ങൾക്ക് മിഷൻ മതി. ആ മിഷൻ വരുമ്പോഴും 100% എൻഡോവേഗസ് ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മിഷന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആദ്യമായിട്ട് അതിന് പരിശ്രമിക്കുക. അങ്ങനെ മിഷൻ കിട്ടുവാണെങ്കിൽ പഠിച്ചാൽ മതി. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചെയ്ത പോലെ നിങ്ങളുടെ മിഷന് വേണ്ടിയുള്ള നമ്മുടെ താല്പര്യത്തിന് ഈ 2 കാര്യങ്ങൾ വേണമെന്നുള്ളതല്ലേ. ഇവിടുത്തെ മിഷൻ അനുവദിച്ച് തരാൻ എനിക്ക് സാധ്യമില്ല, കാരണം എനിക്ക് ഇവിടെ നേരപ്പെടുത്തിയില്ല. ഇവിടെ മിഷൻ അനുവദിച്ച് തരാൻ സാധിക്കുന്നത് പോസ്കോ പിതാവിനാണ്. ആ പിതാവ് അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ ചോദിക്കും വേണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ 8 കുഞ്ഞുങ്ങൾക്ക് ദൈവമാർഗത്തിൽ ചരിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവിധ ആശംസകളും നേടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഡൽഹിയിലെ നമ്മുടെ ജ്ഞാനായ കുടുംബങ്ങൾക്ക് സാധിക്കാതെ പോയ കാര്യമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിനാൽ തന്നെ എനിക്ക് ഇനി പറയുവാനുള്ളത് പിതാവിനോടാണ്. മഹാഭാരത യുദ്ധത്തിൽ 15-ാം ദിവസം പാണ്ഡവരുടെയും കൗരവരുടെയും കുലഗുരു ദ്രോണാചാര്യർ കൗരവ പക്ഷത്തെ നയിക്കുകയാണ്. രണാങ്കണത്തിൽ തീ പാറുകയാണ്. യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോൾ ധർമ്മരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, അശ്വത്ഥാമാവിന്റെ ജീവനെ നിഗ്രഹിച്ചു. പെരുമ്പറകളുടെ ആർത്തിരമ്പുന്ന ശബ്ദവീചികളിൽ അശ്വത്ഥാമ കുഞ്ചരഹ, അശ്വത്ഥാമാവ് എന്ന ആനയാണ് ചെരിഞ്ഞതെന്ന് ആരും കേൾക്കാതെ പോയി. സ്വന്തം മകനായ അശ്വത്ഥാമാവാണ് മരിച്ചതെന്ന് കരുതി ഇതിനർത്ഥ്യമായി നിലത്തിരുന്ന ദ്രോണാചാര്യരുടെ കഴുത്ത് തക്കം പാർത്ത് പതിയിരുന്ന ദ്രുപദപുത്രൻ അറുത്തു. പിതാവേ, ജ്ഞാനായ മിഷൻ എന്ന് അങ്ങ് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് വംശശുദ്ധി പരിപാലിക്കുന്ന സംവിധാനമല്ല, കോട്ടയം അതിരൂപതയിൽ നാം നാളിതുവരെ അനുഷ്ഠിച്ചു വരുന്ന രീതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന സംവിധാനമല്ല എന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ കൈയൊഴിക്കുന്നു. ഈ അവസരം മുതലെടുത്ത് നമ്മളെ തകർക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന ദ്രുപദപുത്രന്മാർ ഈ സമുദായത്തിന്റെ കഴുത്തറക്കാതിരിക്കട്ടെ. പുണ്യശ്ലോകനായ മാക്കിൽ പിതാവ്, ദീർഘദർശിയും പുനരൈക്യത്തിന്റെ ശില്പിയുമായ ചുവപ്പറമ്പിൽ പിതാവ് ഇരുന്ന കസേരയിലാണ് അങ്ങ് ഇരിക്കുന്നത്. അങ്ങ് നയിക്കുന്ന ജനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അങ്ങയുടെ വാക്കുകളിൽ തന്നെ വംശീയ തനിമ നഷ്ടപ്പെട്ടാൽ സമുദായം ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിന് തുല്യമാണ്. അത് അങ്ങയുടെ തന്നെ വാക്കുകളാണ്, ഞാൻ കൂട്ടുകയാണ്. സീറോ മലബാർ എന്ന രംഗവേദിയിൽ 44 വോട്ടുകൾക്കെതിരെ 2 വോട്ടുകൾക്ക് വലിയ പ്രസക്തി അവർ നൽകുന്നില്ലായിരിക്കാം. മഹാരഥിയായ ഭീഷ്മപിതാമഹൻ നയിച്ച കൗരവ സൈന്യത്തിലേക്ക് പാഞ്ഞു കയറി പത്മവ്യൂഹം ഭേദിച്ച് അടരാടിയ അഭിമന്യുവിനെ പോലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതി നിലകൊള്ളൂ പിതാവേ. കോട്ടയം അതിരൂപതാമെത്രാന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഏത് പുരോഹിത ശ്രേഷ്ഠനും അന്നും ഇന്നും എന്നും ലോകത്തേറ്റവും ജനപിന്തുണയുള്ള മെത്രാനാണ്. 17 നൂറ്റാണ്ടുകളായി നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ, കോട്ടയം അതിരൂപതയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന രീതികളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ജ്ഞാനായ ഇടവകകൾ ഡൽഹിയിലും ബോംബെയിലും മദ്രാസിലും ഒക്കെ നേടിയെടുക്കുവാൻ അങ്ങേക്ക് സാധിക്കണം. എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു? മലബാറിന്റെ നമുക്കൊരു രൂപത കിട്ടുന്നില്ല. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ സീറോ മലബാർ രൂപതകൾ ഉണ്ടാകുമ്പോൾ മെത്രാന്മാരാകാൻ യോഗ്യതയുള്ള ജ്ഞാനായ വൈദികരാരും നമുക്കില്ലേ? കോട്ടയം രൂപത മെത്രാന്റെ ജ്ഞാനായക്കാരുടെ മേലുള്ള വ്യക്തിഗതമായ അധികാരം വിദേശങ്ങളിലും നാം നേടിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം ഐക്യം കാത്തു സൂക്ഷിച്ച് ഈ വിദേശ രാജ്യങ്ങളിൽ വളരും. കോട്ടയം വികാരിയാത്ത സാധ്യതമാകുന്നതിന് മുൻപ് കാനഡയുടെ 33-ാം ഖണ്ഡമൊന്നും നമ്മുടെ പൂർവികർക്ക് വശംവദമായിരുന്നില്ല. ജ്ഞാനായക്കാർക്ക് മാത്രമായുള്ള വികാരിയാത്തിന്റെ സ്ഥാപനത്തിലേക്ക് വഴിതെളിച്ച അന്ന് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന 3 മെത്രാന്മാരും ഒന്നിച്ച് ഒപ്പിട്ട് റോമിന് നൽകിയ നിവേദനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, തെക്കും ഭാഗവും വടക്കും ഭാഗവും തമ്മിൽ 15 നൂറ്റാണ്ടുകളായി തമ്മിൽ രക്തബന്ധമോ കെട്ടുബന്ധമോ ഇല്ലാതെ ജീവിച്ചു പോരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച് പഠിച്ച് ജ്ഞാനായ രൂപത സ്ഥാപിക്കുന്നതിന് 10ാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് റെക്കമെൻഡേഷൻ നൽകിയ 6 കർദിനാളന്മാരുടെ സമിതി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. സൗത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ദേ നെവർ യുണൈറ്റ് ഈച്ച് അതർ ഇൻ മാരിയേജ്. ആ ഡോക്യുമെന്റ് ഇവിടെ എവിടെയും ഇരിപ്പുണ്ട്. പിതാവ് പാലിൽ വെള്ളം ചേർത്താൽ അതിനെ പാലും വെള്ളം എന്നാണ് പറയുന്നത്.
നമ്മുടെ നാട്ടിൻ പുറത്ത് അത് ഏത് ചായക്കടയിലും മേടിക്കാൻ പറ്റും. കാനല്ലോ എന്നത് കാലാകാലങ്ങളിൽ മാറ്റത്തിന് വിധേയമാകുന്ന ഒന്നാണല്ലോ. ജനവികാരത്തിന് മുൻപിൽ നമ്മളിൽ നിന്ന് മാറിക്കെട്ടിയവരുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും അമേരിക്കയിലെ ക്നാനായ മിഷനുകളിൽ അംഗമാകാമെന്ന ചിക്കാഗോ രൂപത അധ്യക്ഷന്റെ കൽപ്പനയും അഭിപ്രായവും അദ്ദേഹത്തിന് തന്നെ മാറ്റേണ്ടി വന്നു. പിതാവെ, ക്നാനായത്വത്തെ വ്യക്തമായി നിർവചിച്ചുകൊണ്ട് ഒരു ക്നാനായ സ്വയാധികാര സഭയ്ക്കായി ശ്രമിക്കും. അതിനായി ഞങ്ങളെല്ലാം അങ്ങയോടൊപ്പം ഉണ്ടാകും. മലവെള്ളപ്പാച്ചിലിനെ മറച്ചില കൊണ്ട് തെറ്റി തടയാൻ ആർക്കും സാധ്യമല്ല. പ്രേക്ഷിത വര്യന്മാരുടെ വംശാവലിയാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അമേരിക്കയിലും മെൽബണിലും ഉൾപ്പെടെയുള്ള ഗ്രാനായ കൂട്ടായ്മകളുടെ ഇന്നത്തെ സ്ഥിതി പ്രൊഫസർ മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ 12 മക്കളെ പെറ്റൊരമ്മ എന്ന് പറയുന്ന നാരായണത്ത് ബാർമൻ എന്ന കവിതയിലെ ഈരടികളിൽ ഒതുക്കിയതായി എനിക്ക് തോന്നുന്നു. തങ്ങളിൽ മുഖത്തുതുപ്പും പിന്നെ നമ്മൾ ഒന്നെന്ന് ചൊല്ലും ചിരിക്കും. മെൽബണിൽ 3 വർഷവും അഡലേഡിൽ 2 വർഷവും ഈ സമൂഹത്തെ ഞാൻ നേതൃത്വം നൽകിയ കമ്മിറ്റി നയിച്ചപ്പോൾ പിതാവെ, ഒരു സമുദായ വിരുദ്ധനും അത് വൈദികരാണെങ്കിൽ കൂടി നമ്മളെ തമ്മിലടിപ്പിച്ച് വിഭജിക്കുവാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കാരണം 17 നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് നമ്മളെ ഏൽപ്പിച്ച പാരമ്പര്യം ആർക്കും തീരെഴുതുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നത് തന്നെ. അവസാനമായ ഒരു വാക്കുകൂടി, അങ്ങ് വിദേശത്തേക്ക് വിടുന്ന വൈദികരിൽ ചിലരെങ്കിലും കാസയെന്നും കൈകളിൽ കരുണയാണ് വേണ്ടതെന്ന സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തെ ഒറ്റക്കെട്ടായി നയിക്കാൻ നേതൃത്വ പാഠവുമുള്ള വൈദികരെ വേണം വിദേശങ്ങളിലേക്ക് അയക്കേണ്ടത്. അഖില ഭാഷണമായെങ്കിൽ പുത്രനിർവിശേഷമായ വാത്സല്യത്തോടെ അങ്ങ് ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുകയാണ്. സജി പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് രൂപത അനുഭവിച്ചു തന്ന അവസരത്തിൽ തെക്കുംഭാഗനും വടക്കുംഭാഗനും തമ്മിൽ വിവാഹം ഇല്ലായിരുന്നു. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് 10-ാം പീയൂഷ് നമുക്ക് തെക്കുംഭാഗർക്കായിട്ട് രൂപത അനുഭവിച്ചു തന്നത്. അന്ന് എൻഡോഗമസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം there was no intermarriage. പിന്നീടുണ്ടായ ഈ ഒരു ഡെവലപ്മെന്റിനെ നമ്മൾ ശരിയായ രീതിയിൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിന് തീർച്ചയായിട്ടും ദോഷം പോയി. നമുക്ക് തെക്കുംഭാഗനും വടക്കുംഭാഗനും തമ്മിൽ വിവാഹമില്ലായിരുന്നു, അങ്ങനെയുള്ള ബന്ധമില്ലായിരുന്നു. അക്കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് സജി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രൂപത അനുഭവിച്ചത്. അതുകൊണ്ട് തെക്കുംഭാഗർക്ക് വേണ്ടി രൂപത അനുഭവിച്ചു. ഈ തെക്കുംഭാഗര് മറ്റുള്ളവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന അവസരത്തിൽ ഈ രൂപതയുടെ അടിത്തറയ്ക്കാണ് പ്രശ്നം വരുന്നത്. അതിലാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തെക്കുംഭാഗർക്കായിട്ടുള്ള രൂപതയിൽ തെക്കുംഭാഗർക്കെല്ലാം അംഗത്വം ഉണ്ടായിരിക്കുമെന്ന് എടുത്തത്. കാരണം തെക്കുംഭാഗർക്ക് വേണ്ടിയാണ് 10-ാം പീയൂഷ് തന്നത്. ഇന്ന് ഓരോ സ്ഥലത്തും നമുക്ക് അനുവദിച്ചിരിക്കുന്ന വിഷയങ്ങളും തെക്കുംഭാഗർക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ തെക്കുംഭാഗരായിട്ടുള്ള ആളുകൾ വടക്കുംഭാഗരെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ആരും നമ്മുടെ പ്രാക്ടീസിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി there has been a new development which has contradicted what was stated in the petition. 10-ാം പീയൂഷ് നമുക്ക് തരുമ്പോൾ പോലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ സമുദായങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട് അവരുടെ സുസ്ഥിതിക്ക് വേണ്ടി ജ്ഞാനായ സമുദായത്തിന് മാത്രമായിട്ട് രൂപത കൊടുക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും നൽകുന്നത്. നിർഭാഗ്യവശാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായി. പിന്നീട് അത് 16-17 നൂറ്റാണ്ട് പഴക്കമുള്ളതല്ല. ഇറ്റ്സ് ലെസ് ദാൻ 1 സെഞ്ചുറി ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ട്. ആ സാഹചര്യമാണ് നമ്മൾ ഒന്ന് ചേർന്ന് ഫേസ് ചെയ്യുന്നതും അതിജീവിക്കാൻ പരിശ്രമിക്കുന്നതും. അത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഉള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് നിർദ്ദേശിച്ചാലും സ്വീകരിക്കുന്ന എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം ഞാൻ ഈ സമൂഹത്തിൽ നന്മയും വളർച്ചയും ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് ഇതിനകത്ത് യാതൊന്നും വേറെ തരത്തിലുള്ള ലക്ഷ്യങ്ങളുടെ ഉദ്ദേശമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലം അന്നില്ലാത്തതും 16-17 നൂറ്റാണ്ടുകൾ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളോട് ഒരു വിധത്തിലും ചേരാത്തതുമായ ഒരു പ്രത്യേക പ്രോബ്ലം നമ്മെ ഫേസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തെ നമ്മൾ മറ്റുള്ളവരുമായി ചാരി വെച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. We have to stand before that and try to see how we can defend our identity. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്താനാണ്? സഭയുടെ ചുമതല അല്ലത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആചാരത്തെ സഭാതീയമാക്കാൻ പറ്റില്ല. That's very clear.
അതേസമയം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഒരു സഭാഘടകമായി പോകാൻ സാധിക്കും പരിശ്രമിച്ചാൽ. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിന് ഏതെങ്കിലും മെച്ചമായിട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ കുഴപ്പമില്ല. ഇവിടുത്തെ കാര്യത്തിൽ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. എല്ലായിടത്തെ പോലെ ഇവിടെയും ഒരു മിഷനായിട്ട് സഭാപരമായി ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ സംജാതമാകുമ്പോൾ മാത്രം അതിനായിട്ട് പരിശ്രമിക്കുക. അത് ചെയ്താൽ മതി. അതുവരെ യു ഗോ ഇൻ ദ ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ ദ യൂണിറ്റി വിതൗട്ട് ഡിവൈഡിംഗ് ദ കമ്മ്യൂണിറ്റി. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലെറ്റ് us be together, keep that unity together and go ahead. അത് മാത്രം ചിന്തിച്ചാൽ ഒരു കുഴപ്പം. താങ്ക് യു.